ഹലോ. ഞങ്ങൾ രാവിലെ തന്നെ പോണത് കടയിലോട്ടാണ്. രാവിലെ എഴുന്നേക്കാൻ വേണ്ടി നല്ല പോലെ വൈകിട്ടുണ്ടായിരുന്നു. ആ പിള്ളേർ മിഠായിയൊക്കെ വാങ്ങാനെന്ന് എഴുതിയിട്ട് എൻ്റെ കൂടെ പിള്ളേരും വന്നതാണ്. അപ്പം എൻ്റെ മോനുണ്ട്, ഇത്താത്താടെ മോനുണ്ട്, ഞാനുണ്ട്, ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് കടയിൽ പോയത്. അപ്പം ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ച്. അപ്പം ചിക്കൻ കറിക്ക് വേണ്ട സവോള അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള കടയിൽ നിന്നാണ് അതൊക്കെ വാങ്ങിയത്. അപ്പോൾ പത്തിരിയും ബീഫും ഇന്നലെ വാങ്ങിയത് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഉമ്മ എന്നോട് പറയുന്നുണ്ട് അത് നീ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ പട്ടിണിരിക്കുകയാണ്. അപ്പോൾ ഉമ്മച്ചിനോട് ഞാൻ പറഞ്ഞു ഉമ്മച്ചി അത് കഴിച്ചോ, ഞാൻ എൻ്റെ പത്തിരിയും ചിക്കൻ കറിയും ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ കറി ഉണ്ടാക്കണം, എന്നിട്ട് ചായ കുടിക്കണം. കാരണം ചായ കുടിക്കണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയായി. കാരണം ഇന്നിൻ്റെ ഇപ്പം തന്നെ 10 മണി 10:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേനും 11:30 ആയിട്ടുണ്ടായിരുന്ന സമയം. ആ ഒരു ധൃതിയിൽ ഞാനാണെങ്കിൽ ഷാൾ ഇടാൻ വേണ്ടി മറന്നുപോയി. അതുകൊണ്ടാണ് ഷാൾ ഇടാതിരുന്നത്. പെട്ടെന്ന് ധൃതിയിൽ എങ്ങനെയെങ്കിലും ഫുഡ് കഴിക്കണമെന്നുള്ള രീതിയിൽ പണിയെടുക്കണതാണ്. അപ്പോൾ വീഡിയോ എടുത്തരുന്നത് ഉമ്മച്ചിയാണ്. അപ്പോൾ സ്റ്റാൻഡിൽ ഞാനങ്ങനെ വീഡിയോ എടുക്കാറില്ല, ഉമ്മച്ചിയാണ് എനിക്ക് വീഡിയോ എടുത്തരുന്നത്. അപ്പോൾ ഈ സവോളയൊക്കെ ഇനി നല്ലപോലെ കട്ട് ചെയ്തിട്ട് ഇനി വെളിച്ചെണ്ണയിൽ അത് വഴറ്റിയെടുക്കണം. പിന്നെ ചിക്കൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുതരും. അപ്പോൾ അത് ഫ്രൈ ചെയ്യണം. അപ്പോൾ എനിക്ക് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. വേറെ ഒന്നും എനിക്ക് തലവേദന, തുമ്മൽ, ചുമ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കച്ചമ്പർ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. കച്ചമ്പർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചക്കാലത്ത് ആ ഒരു പരിപാടി കഴിഞ്ഞല്ല. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും കച്ചമ്പറും പിന്നെ ഇച്ചിരിക്കോളം പുളിങ്കറി ഉണ്ടാകും. ഞങ്ങൾ അപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നവർ തന്നതാണ് കുറച്ച് പുളിങ്കറി. അപ്പോൾ ഞാൻ കച്ചമ്പർ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അപ്പോൾ കച്ചമ്പർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ മതി, എന്നാൽ ആ ഒരു പണി കഴിഞ്ഞ് കിട്ടുമല്ലോ. ഈ ഒരു ഗ്യാപ്പിൽ നിന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കണതാണ്. പിന്നെ അതേപോലെ തന്നെ പിള്ളേർക്കും ഞങ്ങൾക്കും ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വേറെ തൈരും ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ട് വേറെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ലെഗ് പീസൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കറിയിലേക്കുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്തെടുക്കണത്. അപ്പോൾ ചിക്കൻ ഹൈ ഫ്ലെയിമിലിട്ടൊക്കെയാണ് ഫ്രൈ ചെയ്യണത്. കാരണം പെട്ടെന്ന് കറിയാക്കണം, നല്ല പോലെ വിശക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ചിക്കനൊക്കെ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ധൃതിയിൽ എനിക്ക് ഒന്നാമത്തെ കാര്യം വയ്യ, മൂക്കൊലിപ്പാണ്. മൂക്കൊലിപ്പ് വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും. എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യം വരും മൂക്കൊലിപ്പ് വരുമ്പോൾ. പിന്നെ വിശപ്പും ഉണ്ടാവും നല്ലപോലെ. പിന്നെ എനിക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം ഗ്ലൂട്ടാത്തയോണ്ട് ടാബ്ലറ്റ് എടുക്കാനായിട്ട്. അത് വെള്ളത്തിൽ അലിയിപ്പിച്ചിട്ട് കുടിക്കണതാണ്. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇതൊന്ന് ഗ്രേവി ആക്കിയിട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. കാരണം ഫ്രൈ ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് ഒരുപാട് വേവിക്കാനില്ല, പെട്ടെന്ന് തന്നെ അത് റെഡി ആയിക്കോളും. അങ്ങനത്തെ ചിക്കനൊക്കെ അതേ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം. അതും ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പണിയും കഴിഞ്ഞല്ല. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്, ഒരുപാട് വേവിക്കാനില്ല. പിന്നെ അതേ ഉമ്മച്ചിനോട് ഞാൻ പറഞ്ഞു ആ പത്തിരിയും ബീഫ് എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഉമ്മച്ചിയും കഴിച്ചത്. അല്ലാണ്ട് ഉമ്മ അങ്ങനെ കഴിക്കാറില്ല, ഞാൻ കഴിക്കാണ്ട്. ഞാൻ പത്തിരിയും ചിക്കൻ കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മച്ചിയുടെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി പറയാണ് ഉമ്മച്ചിക്ക് വയ്യ, യൂറിനറി ഇൻഫെക്ഷനാണ്. അത് ഉമ്മക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഹോസ്പിറ്റലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഉമ്മച്ചിനെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് കാണാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണത്. പിന്നെ 2 പിള്ളേരും ഉണ്ട്, ഇത്താത്താടെ മോനുണ്ട്, എൻ്റെ മോനുണ്ട്. അപ്പം നല്ല ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പിള്ളേർക്ക് പിന്നെ നെയ്ച്ചോറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നെയ്ച്ചോറ് വെച്ച് അത് ഉമ്മച്ചിയാണ് വെച്ചത്. അങ്ങനത്തെ നെയ്ച്ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മാളയിൽ പോവാണ്. ഇത്താത്താടെ വണ്ടി വീണ്ടും കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അത് തൃശ്ശൂർക്ക് കൊണ്ടുപോയിട്ട് റിട്ടേൺ മാളയിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോണതാണ്. അപ്പം ഇത്താതാണ് ഞാൻ വഴക്ക് പറയാണ് വേഗം വാന്നും പറഞ്ഞിട്ട്. അപ്പം ഹൈസിനെ കൊണ്ടുപോകണില്ല, ഹൈസിന് ഉച്ചക്ക് കിടന്ന് ഉറങ്ങണോണ്ട് തന്നെ ഇത്താത്താടെ മോനും ഞാനും ഇത്താത്തയും കൂടിയാണ് പോണത്. അപ്പം 2 മിനിറ്റ് നടന്നാൽ മതി ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പം ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുകയാണ് ഞങ്ങൾ. അപ്പം ഇത്താത്താടെ മോൻ ആദ്യം ഫ്രണ്ടിൽ ഓടിയിട്ടവൻ. അങ്ങനെ ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞ് റോട്ടിൽ കൂടെ ചിരിച്ച് നടക്കുകയാണ്. അപ്പം ഇത്താത്ത നന്നായിട്ട് ചിരിക്കൂട്ടെ, എന്നേക്കാൾ കൂടുതൽ അവൾ ചിരിക്കും. പക്ഷെ ഇപ്പോൾ വീഡിയോ എടുക്കണോണ്ട് അവൾ കുറച്ച് ഒതുക്കിയാണ് ചിരിക്കണത്. ഞാനും അവൾ പൊട്ടി എന്തെങ്കിലും ഇച്ചിരി കിട്ടിയാൽ ഞങ്ങൾക്ക് ചിരിക്കാനായിട്ട്. ഞങ്ങൾ ഭയങ്കരമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഒരുപാട് സന്തോഷിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങളിത് തന്നെ സിപ്പപ്പ് അങ്ങനത്തെ എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞിട്ട് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുന്നുള്ളൂ, ഒന്നും വാങ്ങിയൊന്നുമില്ല. കാരണം ഞങ്ങൾക്ക് മാളയിൽ പെട്ടെന്ന് എത്തണം. അത് കൊടുങ്ങല്ലൂർ കുറേ നേരം ബസ് കാത്തുന്നിട്ടാ. എന്നിട്ടാണ് ബസ് കിട്ടിയത്. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അയ്യോ. അങ്ങനത്തെ ഞങ്ങൾ മാളയിലെത്തി. ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്. ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ വീട് മാളയിലാണെന്നൊക്കെ. എനിക്ക് സംസാരിക്കുമ്പോൾ ഭയങ്കര ശ്വാസം മുട്ട് പോലെ ഒരുപാട് സംസാരിക്കുമ്പോൾ, കാരണം തുമ്മൽ, ചുമ അങ്ങനത്തെ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനത്തെ മാളെത്തി. ഇനി ഒരു ബസ് കുറച്ച് സ്റ്റാൻഡിൽ നിർത്തിയിട്ട് അഷ്ടമിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. ആ അഷ്ടമിച്ചിറ എത്തുന്നതിന് മുൻപാണ് ഷോറൂം. അപ്പോൾ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ ഇറക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റാൻഡിൽ നിർത്തി 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി എടുത്ത് അങ്ങനെ ഞങ്ങളുടെ വണ്ടിയും വാങ്ങിയത് ഇറങ്ങി. വണ്ടി കൈ കിട്ടിയപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത്. കാരണം ഇത്രയും ദിവസം ഓട്ടോയ്ക്കും ബസ്സിനൊക്കെ ഇരുന്ന് പോയത് 2 ദിവസം. അങ്ങനത്തെ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് ഒരു കടയിൽ കയറി. അങ്ങനെ പിള്ളേർക്ക് 2 ജോഡി ഡ്രസ്സ് വീതം എടുത്തിട്ടുണ്ട് വീട്ടിലിടാൻ.
അത് കഴിഞ്ഞപ്പോൾ സോഡാ സർബത്ത് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കടയിൽ പോയതാണ്. അങ്ങനെ സോഡാ സർബത്തൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഷോൾ വാങ്ങാൻ വേണ്ടിയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം കടയിലൊക്കെ നല്ല തിരക്കാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് റിസപ്ഷൻ ഉണ്ടായിരുന്നു വെള്ളാങ്ങല്ലൂർ. അപ്പം ഞങ്ങൾ മാളിൽ നിന്ന് നേരെ വെള്ളാങ്ങല്ലൂർക്കാണ് വന്നത്. ഇരുട്ടായിട്ടുണ്ടായിരുന്ന സമയം. അങ്ങനെ അവിടുത്തെ ഇതിൻ്റെ പേര് മൊജീറ്റോ എന്ന് അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനത്തെ ഫുഡ് കഴിക്കാൻ നിന്ന് നേരെ തന്നെ, കാരണം വിശക്കനുണ്ടായിരുന്നു. അങ്ങനത്തെ ഫുഡൊക്കെ വാങ്ങി. ഇതേ നല്ല ടേസ്റ്റ് എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം. പിന്നെ എനിക്ക് മൂക്കൊലിപ്പുള്ളതുകൊണ്ട് ഭയങ്കര ദേഷ്യം, സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ശ്വാസം മുട്ടുള്ള പോലെ. ഇപ്പം തന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേക്ക് നല്ല പോലെ ശ്വാസം മുട്ടുന്ന പോലെ. അങ്ങനത്തെ ഇത്താത്തയുണ്ട് ഈ ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് എടുത്തു തന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ മസാല ദോശയും മീൻകറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മസാല ദോശയും മീൻകറി അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് കഴിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഇനൊന്നും കഴിക്കണ്ടല്ലോ. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ജ്യൂസ് കുടിച്ച്, ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഞാൻ ഒരു കല്യാണത്തിന് ജ്യൂസ് കുടിക്കാറില്ല, കാരണം എനിക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ തോന്നില്ല. ഫുഡ് കഴിച്ചിറങ്ങിയതിന് ശേഷം ഞാൻ ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിക്കും. അപ്പം ഇത്താത്തന്നെ ഈ ഒരു വീഡിയോ എടുത്തേണ്ടത് ഇതേ പലതരം കട്ടൻ ചായകൾ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ ചായകൾ, വെറൈറ്റി ചായകൾ. അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങി. അത് ഞാൻ ഐസ്ക്രീം ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ഹൈസിന് കൊടുക്കാനായിട്ട്. പിന്നെ വീട്ടിലെത്തി ഇനി ഫേസ് വാഷ് ചെയ്യണം. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഫേസ് വാഷൊക്കെ അറ്റെത്തി. പിന്നെ വിറ്റമിൻ സി ടാബ്ലറ്റ്, ബിലൂമ എന്ന് പറഞ്ഞ നൈറ്റ് ക്രീം, പിന്നെ എൻ്റെ ഒമേഗ 3 ടാബ്ലറ്റ്. ഇതാണ് ഞാൻ സ്കിൻ കെയറിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലൂട്ടാത്തോൺ ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ കഴിക്കാറുള്ളത്. അങ്ങനെ ഗ്ലൂട്ടാത്തോൺ ഞാൻ കഴിച്ച് കഴിഞ്ഞ്. ഇതൊക്കെ എനിക്ക് ഡോക്ടർ തന്നതാണ് കേട്ടോ. ഗുഡ് വൈബ്സിൻ്റെ ഫേസ് വാഷ് മാത്രം ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ അത് തീർന്നിട്ട് തേനാ എങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിച്ചിട്ടാലും ഞാൻ ഒരു ഫേസ് വാഷ് എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും വേറെ വാങ്ങണം. ഇനിയിപ്പോൾ ഏതായാലും 1-ാം തീയതി 2-ാം തീയതി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഏതായാലും എന്തെങ്കിലും വാങ്ങണുള്ളൂ, കാരണം പൈസക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. അങ്ങനത്തെ ഫേസ് വാഷ് ചെയ്തിട്ട് വേണം ഇനി അടുത്ത സ്കിൻ കെയറിലോട്ട് പോകാനായിട്ട്. അപ്പോൾ എഡിറ്റിങ് കാര്യങ്ങളും ഞാൻ ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് ജലദോഷമാണ്. പിന്നെ വാച്ച് അവർ കുറവായതുകൊണ്ട് വീഡിയോസ് കറക്റ്റായിട്ട് ഇടണം. അതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോസ് തന്നെ ഇടുന്നത്. ഷോൾ ഇടാനൊക്കെ ഞാൻ മറന്നുപോയി. പുറത്ത് പോകുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഷോൾ ഇടും. സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇടാൻ മറന്നു പോയതാണ്, അല്ലാണ്ട് മനഃപൂർവ്വം ഇടാത്തതല്ല. അപ്പോൾ ഉമ്മച്ചി കസേരയിൽ ഇരുന്നിട്ടാണ് വീഡിയോ എടുത്തിരുന്നത്, കാരണം ഉമ്മച്ചിക്ക് വയ്യ. ഞാൻ നേരത്തെ പറഞ്ഞല്ല, യൂറിനറി ഇൻഫെക്ഷനാണ്. ഉമ്മച്ചിക്ക് വയ്യ. അങ്ങനത്തെ ഞാൻ ഒമേഗ 3 ടാബ്ലറ്റ് കഴിച്ച്. ഇനിയിപ്പോൾ അടുത്തത് വിറ്റമിൻ സിയുടെ ടാബ്ലറ്റാണ്. നമുക്ക് മിഠായി കഴിക്കണ പോലെ കഴിക്കാം. അങ്ങനെ ഇനി വിറ്റമിൻ സിയും കഴിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഫേസൊക്കെ തുടച്ചതിന് ശേഷം നമുക്കിനി ക്രീം തേക്കണം. ബിലൂമ എന്ന് പറഞ്ഞ നൈറ്റ് ക്രീം. അത് സ്കിന്നിന് കളർ വെക്കാനൊക്കെ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇപ്പം എൻ്റെ സ്കിന്നിന് അത്യാവശ്യം ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. വെളുത്തുനിന്നൊന്നും ഞാൻ പറയണില്ല, ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഇനിയിപ്പോൾ ഈ ഒരു ക്രീമിന് നൈറ്റ് ഫുള്ള് ഫേസിലിന് അപ്ലൈ ചെയ്യണം. കാരണം ഞാനിത് 2 നേരം ഡോക്ടർ തേക്കാൻ പറഞ്ഞത്, പക്ഷേ വില കൂടുതലായതുകൊണ്ട് തന്നെ ഞാനിത് ഒരു നേരം ഞാൻ തേക്കണുള്ളൂ. കാരണം പൈസ കൊടുത്ത് നമ്മൾ വാങ്ങണ്ടേ ഇത്, കാരണം 600 എത്രയോ രൂപയാണ് ഒരു ട്യൂബിന് വില വരുന്നത്. അങ്ങനെ ബിലൂമ എന്ന് പറഞ്ഞ നൈറ്റ് ക്രീം ഫേസിൽ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത്. അപ്പോൾ ഇനി ഈ ഒരു മാസം കൂടെ ഈ ഒരു ക്രീം യൂസ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, കാരണം നല്ലപോലെ ടാൻ ഉണ്ട് എൻ്റെ ഫേസിൽ. അതാണ് ഫേസ് മാത്രം നല്ലപോലെ ഇരുണ്ടിരിക്കുന്നത്. എൻ്റെ നെക്കിനും ചെവിക്കും കളറുണ്ട്, ഫേസ് നല്ലപോലെ ഇരുണ്ടിരിക്കുകയാണ്. പിന്നെ ചിക്കൻ കറി ബാക്കിയുള്ളത് ചൂടാക്കി വെച്ച്, കാരണം നാളെ രാവിലത്തേക്ക് നാളെ ഉച്ചക്കലത്തേക്ക് ചിക്കൻ കറി തന്നെയാണ് നമ്മളുടെ കറി എന്ന് പറയാനായിട്ട്. വേറെ സ്പെഷ്യലായിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കണില്ല. അപ്പോൾ അതിനിടയ്ക്ക് ചിക്കൻ കറിയുടെ ഒരു വീഡിയോ ഞാൻ എടുത്തുന്നുള്ളൂ. ഈ ഒരു സീറം ഞാൻ നൈറ്റ് യൂസ് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഒരു ബിലൂമ ക്രീം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാത്തതാണ്. അപ്പോൾ രാവിലെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങളുടെ ടാനൊക്കെ മറിഞ്ഞിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓക്കെ.